നിത ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിത, ഒരു താൽക്കാലിക ആശ്വാസം മാത്രമായിരുന്നു പശ്ചിമേഷ്യയിലടക്കം നിലനിന്നിരുന്നത്. അതിന് പിന്നാലെ ഇതാ വീണ്ടും യുദ്ധം കനക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പശ്ചിമേഷ്യയിൽ ഈ താൽക്കാലിക വെടിനിർത്തലൊക്കെ തന്നെയും അതൊക്കെ മാറി ഇപ്പോഴിതാ ഇതിന്റെ ഒരു മുന്നോടിയായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും തമ്മിൽ നീണ്ട ഒരു ചർച്ച നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ആക്രമണത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. UAE ആണവ നിലയത്തിന്റെ അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആളപായമൊന്നും നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്വവും ആരും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. ആണവ വികിരണ ചോർച്ചയോ പ്രത്യേകിച്ചതായിട്ടൊന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന്റെ ഒരു സൂചനയായി തന്നെ ഇതിനെ നമുക്ക് കാണേണ്ടി വരും. എന്തായാലും ഈ US-ഉം ഇറാനും വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണോ എന്നുള്ള സൂചനകളാണ് ഇതിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയുന്നത് പോലെ ഇസ്രയേലിൽ നിന്നുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ആതിഥേയത്വം വഹിക്കുന്ന ഒരു രാജ്യമാണ് UAE. അതുകൊണ്ട് തന്നെ ഈ ഇറാൻ ഈ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി എന്നുള്ള ഒരു ആരോപണമൊക്കെ ഈ അടുത്തിടയ്ക്ക് ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ വീണ്ടും ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാഖിന്റെ വ്യോമാതിർത്തിയിലും ഒരു ഡ്രോണുകൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതും കഴിഞ്ഞ ദിവസം സംഭവിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഡ്രോണുകൾ തടഞ്ഞു നിർത്തി തകർത്തു എന്നുള്ള അവകാശം സൗദി അറേബ്യയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും ഒരു യുദ്ധ സാഹചര്യത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. അതിനിടയിലാണ് ഇറാനെതിരെ ഉടൻ ആക്രമണം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഇസ്രായേൽ സേനയ്ക്ക് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. യുദ്ധം ഉടൻ തുടങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ ഇറാന്റെ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നേരത്തെ മേഘ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. അതിന്റെ സൂചനയായി തന്നെയാണ്, അതിന്റെ ബാക്കിയായി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അമേരിക്കയിൽ നിന്നുള്ള അറിയിപ്പിനായിട്ട് ഇസ്രായേൽ സൈന്യം കാത്തിരിക്കുകയാണ്. ശരി, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.